എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജിദയെ കുറിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5 മക്കളുമായി വന്ന് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ദാരിദ്ര്യം പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒരുപാട് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ കൊയ്ത് അത്യാവശ്യം യൂട്യൂബിൽ റീച്ചും 1,47,000+ ഫോളോവേഴ്സും ആയതിനു ശേഷം ഞാൻ എന്തോ എന്നുള്ള സംഭവത്താൽ അഹങ്കാരം കൊണ്ട് മൂക്കുമുത്തി നിൽക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് മരിച്ചുപോയതിനെയൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങും ഇങ്ങും തൊടാതെ നാട്ടുകാരുടെ സഹതാപവും പിടിച്ചു പറ്റി തിന്നിട്ടില്ല എൻ്റെ ഇടയ്ക്ക് ഒരു അഹങ്കാരം അടുത്ത പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു തനിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പയ്യനെ പിടിച്ച് 26-27 വയസ്സായ ഒരു പയ്യനെ പിടിച്ചിട്ട് ഇതാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുക. അതിൻ്റെ ശേഷം അവനെ ഏറി കയറ്റി വിടുകയും പിന്നെ അതിനുശേഷം മറ്റൊരു യുവാവ് റഹൂ വരുന്നുണ്ട്, റഹൂ വന്നിട്ട് അതിൻ്റെ പേരിൽ പണം വാങ്ങിയെന്നുള്ള മറ്റൊരു ആരോപണം. അങ്ങനെ ഇങ്ങനെ മൊത്തം കഞ്ഞി പരുവത്തിലും അവിയൽ പരുവത്തിലും ഷാജിദ എന്ന് പറയുന്ന ആൾ ഏറിൽ നിൽക്കുന്ന സമയത്താണ് ഷാജിദ മറ്റൊരു യുവതിയുടെ ഒരു സംഭവം കൂടി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. എന്തായാലും അതിലോട്ട് വരും മുന്നേ നമുക്ക് ഷാജിദയുടെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ വന്നിരുന്ന് മെഴുകി പറഞ്ഞത് ആദ്യം കേട്ടു നോക്കാം. എന്തായാലും ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടപടലം തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ്. എന്തായാലും മെഴുകി നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ, പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനൊരു കേസ് പറയാം, വേറൊന്നുമല്ല. ഷാജിദയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. താൻ എന്തെങ്കിലും തെറ്റ് സ്വയമേ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ട് ജനറലൈസ് ചെയ്തിട്ട് അവരാണുങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, മറ്റവരങ്ങനെയാണ്, മറിച്ചവരിങ്ങനെയാണ്, അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഊരിണ്ടും മെഴുകി ജനറലൈസ് ചെയ്ത് എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആന്റി വെറിയന്മാരാണ് ഇപ്പോഴത്തെ പയ്യന്മാരെന്നുള്ള രീതിയിൽ ഷാജിദ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് റഫൂഖ് എന്ന് പറയുന്ന വ്യക്തി മോശക്കാരനാണെന്നുള്ള രീതിയിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുക്കും എന്നുള്ളൊരു വ്യക്തി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഷാജിദയ്ക്ക് പൈസ അയച്ചു തന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത്. അങ്ങനെ റഫൂഖിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഷാജിദ കണ്ടെത്തിയത് ഈ റഫൂഖ് മറ്റൊരു യൂട്യൂബർ ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന് പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഈ ജസ്ന എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പാടെ കേൾക്കാത്ത പാടി എല്ലാം കൂടി നമ്മുടെ ജസ്ന സലീമിന്റെ നെഞ്ചത്തോട്ട് പോയി. മറ്റേ കണ്ണനെ വരച്ച് നാട്ടുകാരെ പറ്റിച്ച എല്ലാവരുടെ നെഞ്ചത്ത് പോയി. അങ്ങനെ അവരത് സഹിക്കാൻ വയ്യാതെ അവർ റിപ്ലൈ വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഷാജിദ കൊച്ച് അങ്ങ് അടപടലം തേഞ്ഞൊട്ടി പെട്ട ഒരവസ്ഥയിലായിട്ടുണ്ട്. എന്തായാലും അന്നത്തെ വീഡിയോയുടെ ബാക്കി കേൾക്കാം. പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ ഇയാൾ ഇതാക്കിക്കൊണ്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്, അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറ് കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിംബൽ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എന്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി.
അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ച്. എന്റെ പൊന്നു ഷാജിദ്, നീ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. റഫൂഖിനെ കരിവാരി തേക്കാൻ വേണ്ടി യൂട്യൂബർ ജസ്ന എന്ന് പറയുന്ന ഒരു പേരെടുത്തിട്ട് നീ ഏതാണ് ജസ്ന എന്ന് പറയാതെ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ജസ്ന സലീമിന്റെ നെഞ്ചത്തോട്ട് പോവുകയും അവരതിനെ തുടർന്ന് എക്സ്പ്ലനേഷൻ ഇട്ട്, എന്നിട്ട് നീ ഇതൊക്കെ സഹിക്കാതെ വന്നപ്പോൾ ആ ജസ്ന സലീം അത്യാവശ്യം ഒരു രീതിയിൽ നിന്നെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടത്. അതേ തുടർന്ന് നീ എന്ത് ചെയ്ത്, നീ എല്ലടി മറ്റേ ജസ്ന, ഇതാണ് ആ ജസ്ന എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ജസ്ന വ്ളോഗിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. അതോടെ നീ പെട്ട്, നീ അടപടലം തേഞ്ഞൊട്ടി. എന്തായാലും ആ വീഡിയോ കൂടി കാണാം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ജസ്ന എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കുന്ന ആ ജസ്ന അല്ല. കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നു, നീ മാത്രമുള്ളോ ജസ്ന, നിന്റെ പേര് മാത്രമുള്ളൂ ജസ്ന. അതുപോലെ തന്നെ ഗൾഫിൽ ഒരു ഇത്താതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാൻ ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഏത് ജസ്നന്. അപ്പൊ ആ ജസ്നയുടെ ഫോട്ടോ, റോസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റോസ് ഇല്ല ഉള്ള ഒരു വീഡിയോ വന്നിട്ട് കണ്ടു നോക്കി. അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി, നീയാണ് അമ്മച്ചി. കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഒന്ന് വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫ്. സൂപ്പർ. അങ്ങനെ നമ്മുടെ ഷാജിദ കൊച്ചു എന്ത് ചെയ്ത്, ഇതാണ് ആ ജസ്ന, ഇതാണ് റഫൂഖ്, അവരുടെ കാമുകൻ എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് കാച്ചി. അതോടെ പിന്നെ നമ്മുടെ ജസ്ന ഉരുപൊട്ടാതിരിക്കുമോ? ജസ്ന പോയി കേസ് കൊടുത്ത് SP ഓഫീസിൽ മലപ്പുറത്ത് കൊണ്ടുപോയി കേസും കൊടുത്ത് അടപടലം നമ്മുടെ ഷാജിദ കൊച്ചി തേഞ്ഞൊട്ടി. ഇതിപ്പം വെറും ഒരു ആപ്പോപ്പ് കേസൊന്നും ആയിരിക്കത്തില്ല, ഡിഫമേഷന് ഉള്ളൊരു കേസായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കയറി ഇറങ്ങി വേർത്ത് പെട്ട് നല്ല പോലെ യൂട്യൂബിന് കിട്ടിയ വരുമാനത്തിൻ്റെ ഇരട്ടി അങ്ങോട്ട് കെട്ടിവെക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മുടെ ഷാജിദ കൊച്ചി എത്തും, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി എത്തിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ജസ്ന വ്ളോഗ് കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ പോകുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സൂപ്പർ. ഇതാണ് അപ്പോൾ ഷാജിദ പറഞ്ഞ ജസ്ന. ഒരു SP ഓഫീസിലാണ്, മലപ്പുറത്താണ്. ഓക്കെ, എത്തി, കേസ് കൊടുക്കുന്നു, വീഡിയോ കാണുന്നുണ്ടല്ലോ, സ്റ്റേഷനായി. എന്തായാലും കൊള്ളാം. നമ്മുടെ ഷാജിദ കൊച്ചിൻ്റെ അവസ്ഥ അല്ല, എന്ത് പറയാം, പാവല്ലേ, എന്ത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. എന്ത് ബോധമില്ലായ്മയാണ് ഷാജിദ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാ വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഒരു അന്തവും കുന്തവും ഇല്ല, തെളിവുമില്ല, ഗോത്രവും ഇല്ലാതെ അങ്ങ് വിളിച്ചു പറയും. ഇപ്പം ഷാജിദ കാണിച്ചിട്ടുള്ള ഭയങ്കര മണ്ടത്തരമാണ് ഈ ജസ്നയുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞത്. എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ലാതെയാണ് ജസ്നയുടെ ഒക്കെ പേര് വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത്. അടിസ്ഥാനപരമായി ഒന്നും തന്നെ ഇല്ലാതെയാണ് വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഒറ്റ റീസണേ ഉള്ളൂ, മനുഷ്യന്റെ അഹങ്കാരം. അതിനുള്ള ഒരു തിരിച്ചടി, അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന സാധനം കറങ്ങിത്തിരിഞ്ഞ് ഷാജിദയ്ക്ക് കൊടുത്ത പണി, ഇത്രയേ ഉള്ളൂ. ഇത് കുറേ ആയി. നാട്ടുകാരെ ആദ്യം ഇരന്നിരന്ന് 5 മക്കളുണ്ടെന്നുള്ള രീതിയിൽ സഹതാപം പിടിച്ചു പറ്റി, പൈസകൾ ഒരുപാട് കിട്ടി, റീച്ച് കിട്ടി, ഇനി ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ളൊരു സ്വയമേ ഒരു തോന്നൽ കയറിയതോടെ ഇടിഞ്ഞു വീഴാനും മൂക്ക് കുത്തി വീഴാനും ഒക്കെ തുടങ്ങിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ശേഷം അഹങ്കാരം എത്ത പീക്ക് ലെവല്. പിന്നെയാണ് ഇവിടെ ഷാജിദ തന്നെ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. റഫൂഖിൻ്റെ കേസ്, പിന്നെ ആദ്യം ഒരു 27 വയസ്സായ പയ്യൻ്റെ കേസ്, ഊഞ്ഞാലാടുന്ന റീലൊക്കെ അവളെ തന്നെ ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. നാട്ടുകാരെന്തോടെ കണ്ടോണ്ടിരിക്കണ പൊട്ടന്മാരെന്ന് അവൾ വിചാരിച്ചത്. എന്തായാലും മൊത്തത്തിൽ ഷാജിദ കൊച്ചെ നീ തന്നെ തേഞ്ഞൊട്ടി, നിന്റെ കുഴി നീ തന്നെ തോണ്ടി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം. എന്തായാലും നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. കുറേ പേര് കഴിഞ്ഞ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുവാ നിനക്കിതുവരെ ഇത് നിർത്താൻ സമയമായില്ലേ, പിന്നെ അതുപോലെ അവർ ജീവിക്കട്ടെ, 5 മക്കളില്ലേ, കാര്യങ്ങളില്ലേ എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്ന് നാട്ടുകാരെ പറ്റിച്ച് ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പോസ് ചെയ്യണം, അത് ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ അവർക്ക് മക്കളുണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താ ഒരു കൺസിഡറേഷൻ കൊടുത്ത് അവരെ മാറ്റി നിർത്തണം. ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, മനസ്സിലായോ? അപ്പോൾ നാളെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയുണ്ട്, എനിക്ക് വീട്ടിൽ കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ എല്ലാവരും സംരക്ഷിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു പയ്യനാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ എല്ലാവരും കൂടെ അവനെ വലിച്ചൊരു ചെവരി ഒട്ടിച്ച് വയ്ക്കും. അതുകൊണ്ട് ഇവിടെ ആൺപെൺ വ്യത്യാസമില്ല, ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. എന്താണ് ചെയ്തിട്ടുള്ളത് അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും.
അല്ലാണ്ട് അവിടെ വേറെ ഒരു കൺസിഡറേഷനും കൊടുത്തിട്ട് ഒരു ഇളവും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, നാളെ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അച്ചയ്ക്കുവോ? ഇല്ലല്ല. അതേപോലെ തന്നെയാണ്. ആർക്കും ഇവിടെ ഒരു വ്യത്യാസം കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കിടന്ന 5 മക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ച് ഉടായ്പ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ വലിച്ചു കയറി ചവരൊട്ടിക്കുക തന്നെ ചെയ്യും, എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ വന്ന് കിടന്ന് മെഴുകി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ രോമത്തിൽ പോലും എനിക്ക് കേൾക്കത്തില്ല. എക്സ്പോസ് ചെയ്യേണ്ട വൃത്തിയിട്ട സ്വഭാവങ്ങളുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ ഈ ചാനലും തുറന്നു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.